ക്രിസ്ത്യാനികൾക്കുള്ള ലഹരി എന്താണ്? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കും. എന്താണ്? ദിവസം എടുത്ത് വായിച്ച് ആരുടെ ഇടയിലും ഉണ്ടോ? പെട്ടെന്ന്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റ്. ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെല്ലാം പ്രായമുള്ളവരും അവർക്കൊരു ബലം കിട്ടുന്നതിനാണ്, കിക്ക് കിട്ടുന്നതിനാണ്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആണ് നമ്മൾ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ലഹരി. ലഹരിക്കൊരു മാറ്റം ഉണ്ടാവണം. ഇന്നത്തെ ഈ സിന്തറ്റിക് ലഹരിയും ഒക്കെ മാറ്റിയിട്ട് ദൈവം തരുന്നതായ ലഹരി മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവിൽ ബലപ്പെടുവാനുള്ള ഒന്നാമത്തെ ലഹരി എന്ന് പറയുന്നത് പ്രാർത്ഥനയും വേദപുസ്തക വായനയും നോമ്പും ഉപവാസവും കുമ്പസാരവും കുർബാനാനുഭവവും ഒക്കെയാണ്. നമ്മുടെ ആരാധന ശൈലികൾ. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ലഹരി ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥന അവരുടെ ലഹരിയായിരുന്നു. വേദപുസ്തകം വായിച്ച് പാട്ടുപാടി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് നമുക്കുണ്ടായത്. നമ്മുടെ മാതാപിതാക്കൾ അതൊരു ലഹരിയായിട്ട് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അത് രാവിലെയും വൈകിട്ടും ആ ലഹരി സാധനം ഉപയോഗിക്കണം, എങ്കിലേ ശക്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതായ മാർഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തുമാത്രം ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ലഹരിയാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് ഞാൻ ചോദിച്ച് നിങ്ങളെ കൊണ്ട് കൈപൊപ്പിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ചോദിച്ചാൽ മതി. ആരാധനയും പ്രാർത്ഥനയും നോമ്പും വേദപുസ്തക വായനയും എനിക്കൊരു ലഹരിയാണോ എന്ന് സ്വന്തമായി കൈവച്ച് നോക്കും. കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്ക്, അവർക്ക് ആ സമയത്ത് ലഹരി കിട്ടിയില്ലെങ്കിൽ അവരാകെ വിഷമിക്കും, അവരുടെ കൈകാലുകൾ വിറയ്ക്കും, അവർക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാകും, അങ്ങനെയുള്ള വലിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ, നോമ്പെടുത്തില്ലെങ്കിൽ, ഉപവസിച്ചില്ലെങ്കിൽ, കുമ്പസാരിച്ചില്ലെങ്കിൽ, കുർബാന അനുഭവിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നവരെത്ര പേരുണ്ട്? നമ്മൾ മനസ്സ് വിറയ്ക്കുന്നവരെത്ര പേരുണ്ട്? നമുക്ക് ആ സിംറ്റംസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് നമുക്കതിനെ നേരിടാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ലഭിക്കാനുള്ള മാർഗം. സാധാരണ പറയും, കാലം ചെയ്ത ദിദിമോസ് ബാബ തിരുമേനി ഒരിക്കൽ പറയായിരുന്നു. അദ്ദേഹം സന്യാസികളോട് പറഞ്ഞ കാര്യമാണ്, പ്രാർത്ഥിക്കാൻ പോകുന്നത് സമയമായി മണിയടിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് പോകാനുള്ള മണിയടിക്കുമ്പോൾ കിടക്കുന്ന വായിക്ക് തീ കത്തി എന്നുള്ളതായ ചിന്തയിൽ എഴുന്നേറ്റ് പോകുന്നവനാണ് പ്രാർത്ഥന ലഹരിയാകുന്നവൻ. 6 മണി എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു സമയം നമ്മൾ നിശ്ചയിച്ചാൽ, പ്രാർത്ഥന വേദപുസ്തക വായന ഇന്ന് ഞാൻ നടത്തണം, നടത്തിയില്ലെങ്കിൽ എൻ്റെ ഹൃദയം പിടയ്ക്കണം. അങ്ങനെ പിടയ്ക്കുന്ന ലഹരിയായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ആരാധനാ ജീവിതം കുടുംബത്തിൽ നിർവഹിക്കുന്ന മക്കളായി നമ്മൾ തീരണം. ശരിയായി ആരാധനാ ജീവിതം കുടുംബത്തിൽ നിർവഹിക്കുന്ന ഒരു കുടുംബത്തിലെയും മക്കൾ സിന്തറ്റിക് ലഹരിയിലേക്ക് പോവില്ല, ഉറപ്പാണ്. എന്നാൽ ഇതിൽ മുഴുവനായിട്ടും നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും നാനാജാതി മതസ്ഥരായിരിക്കുന്നവരും, പലപ്പോഴും ബ്രോക്കൺ ഫാമിലിയിൽപ്പെടുന്ന, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്
കുടുംബജീവിതം തകർന്നടിഞ്ഞു കിടക്കുന്നതിന് ഉണ്ടാകുന്ന മക്കളും അവരുടെ കൂട്ടാളികളുമാണ് ഇതിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് സ്നേഹത്തിൽ വസിക്കുന്നതിനോ പരസ്പര കുടുംബ ബന്ധത്തിൽ ജീവിക്കുന്നതിനോ കുടുംബ പ്രാർത്ഥന നടത്തുന്നതോ ലഹരി ആയിരുന്നില്ല എന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേറൊരു ലഹരിക്ക് പോവുകയാണ്. അവർ വേറൊരു ലഹരിക്ക് പോകുന്നു. എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥനയുടെ ലഹരിയിൽ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അതുണ്ടായിട്ടുണ്ടെങ്കിലേ സാധിക്കൂ. അങ്ങനെ ആ ലഹരിയിൽ അവനെ പിടിച്ചു നിർത്തിയാൽ അവൻ മറ്റൊരു ലഹരിക്ക് പോവില്ല, അതുറപ്പാണ്. രണ്ടാമത്, നമുക്കെപ്പോഴും കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ചലഞ്ചസ് അഥവാ വെല്ലുവിളികൾ, പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമാണ്, ദുരിതങ്ങളുമാണ്. പക്ഷേ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദൈവം എനിക്ക് തരുന്നതാണ്. നമ്മളെല്ലാവരും പാട്ട് പാടുന്നുണ്ട്, എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാം, എൻ്റെ പ്രാണനെ താൻ യാഗമാക്കുന്നു. നമ്മളെല്ലാവരും പാടുന്നുണ്ട്. പക്ഷേ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാണ്. അത് ബലപ്പെടുവാനായിട്ടുള്ളതാണ്. കർത്താവിൽ ബലപ്പെടുവാൻ എനിക്ക് തരുന്നതാണ് എൻ്റെ കഷ്ടതകൾ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും അവിടെ കൊണ്ട് നിർന്നോ. അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്യം അവസാനിച്ചില്ല. ആ വാക്യം അവസാനിക്കുന്ന എങ്ങനെയാ? ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം അതിൽ സന്തോഷിക്കുന്നു. കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുന്നു. കഷ്ടതയിൽ എനിക്ക് ലഹരിയാവുന്നു. ഈ കഷ്ടത ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് സിദ്ധത ലഭിക്കുന്നതിനാണ്. സാങ്ക്ടിറ്റി, സിദ്ധത എന്ന് പറഞ്ഞാൽ വിശുദ്ധി. അത് മുഖാന്തരം എനിക്ക് പ്രത്യാശ ലഭിക്കുന്നു. എന്ത് പ്രത്യാശയാണ്? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി മെടഞ്ഞു വെച്ചിരിക്കും. അത് നീതിയുള്ള ന്യായാധിപതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ മക്കൾക്ക് വീടുണ്ടാവുക എന്നുള്ളതോ ഡോക്ടറേറ്റ് ഉണ്ടാകുക എന്നുള്ളതോ 7 നില മാളിക നമുക്ക് വെക്കാൻ സാധിക്കുമോ, 7000 ഏക്കർ സമ്പാദിക്കാൻ സാധിക്കുമോ? ഇതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ. ഇതൊക്കെ കാണുന്നത്, പരിശുദ്ധനായ പൗലോസ്ലീഹ വീണ്ടും കൊരിന്ത്യലേഖനം പറയുന്നുണ്ട്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാണ്. നിത്യമായിരിക്കുന്ന ഒന്ന് ജീവകിരീടമാണ്. ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടി നാം യാത്ര ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. കഷ്ടത നമുക്കൊരു ലഹരിയാവണം. എനിക്കിത് രോഗങ്ങളുണ്ട്, ആ രോഗത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതൊരു ലഹരിയാക്കുന്നത്? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ 84 വയസ്സുണ്ടായിരുന്ന ഒരു വല്യപ്പന് ആശുപത്രിയിലേ പോയിട്ടില്ല. അവസാനം ആണ് വല്യപ്പന് 5-8 മക്കളുണ്ട്, എല്ലാവരും തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ. ആശുപത്രിയിലൊന്നും പോയിട്ടില്ല, പക്ഷേ പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകും, വേദപുസ്തകം വായിക്കും, പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി വളരെ സ്ട്രിക്റ്റായിട്ട് വേദപുസ്തകമൊക്കെ പഠിപ്പിച്ച് പോകുമായിരുന്നു. 84 വയസ്സായപ്പോൾ ക്യാൻസർ പിടിച്ചു. പിള്ളേർക്കൊക്കെ പേടിയാണ് അപ്പനോട് ഇത് ക്യാൻസറാണെന്ന് പറയാനായിട്ട്. അപ്പോൾ അവർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ തന്നെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഈ 84 വയസ്സുള്ള അപ്പനോട് ക്യാൻസറാണെന്ന് പറയാൻ പ്രയാസമാണ്. അപ്പോൾ ഡോക്ടർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അധികം താമസിയാതെ മരിച്ചു പോകുന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞു, രോഗം ക്യാൻസറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ്റെ പ്രതികരണം എന്താണെന്നറിയാനായിട്ട് മക്കളെല്ലാവരും നോക്കി. അപ്പോൾ അപ്പച്ചൻ ചോദിച്ച ഒരു ചോദ്യമുള്ള, ഡോക്ടറെ സാരമില്ല, ഈ മരിച്ചു കഴിഞ്ഞ് എനിക്ക് ക്യാൻസർ തുടരുമോ എന്നൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. മരിച്ചു കഴിഞ്ഞ് എനിക്ക് ക്യാൻസർ തുടരുമോ? എല്ലാവരും അതിശയിച്ചു പോയി. തൻ്റെ കഷ്ടത ഒരു ലഹരിയായിട്ട് കാണുകയാണ്. എനിക്ക് ദൈവത്തിലുള്ള ആ കിരീടം പ്രാപിക്കാനായിട്ട് ദൈവം തന്നെന്ന വരദാനമാണ് ഈ കഷ്ടത എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അതാണ് കഷ്ടത ലഹരി. അത് വെറും രോഗമോ അപകടമോ മാത്രമല്ല, ജീവിതത്തിൽ നേരിടുന്നതായ പല ചലഞ്ചസ്, മനുഷ്യൻ മരിക്കുന്നത് വരെയും ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായ വെല്ലുവിളിയിൽ കൂടി മാത്രമേ ജീവിക്കാൻ ഒക്കൂ.
വെല്ലുവിളി ഇല്ലാത്ത ജീവിതമെന്ന് പറഞ്ഞാൽ ചത്ത ജീവിതമെന്ന് അതിനർത്ഥം. ദെയർസ് നോ ലൈഫ് അറ്റ് ഓൾ. അപ്പോൾ ജീവിതത്തിൽ വെല്ലുവിളി ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികളെ നേരിടുന്നത് ഒരു ലഹരിയായി ഞാൻ കണ്ടാൽ പ്രതിഫലം എന്താണ്? ജീവൻ്റെ കിരീടമാണ്.